ഓസിലേഷൻ കാണിച്ചിട്ട് ഓഫ് റോഡിൻ്റെ കാഠിന്യം അറിയാനായിട്ട് ഇതിൻ്റെ ഓസിലേഷൻ ഇവിടുന്ന് ഇങ്ങനെ വലിയൊരു 30 കിലോമീറ്റർ മേലെ ഉണ്ടോ? അതിനിടയ്ക്ക് കണ്ടൽക്കാടുണ്ട്. ഇല്ലില്ല, കണ്ടൽക്കാട് എനിക്ക് തോന്നുന്നു ഈ വഴിയില്ല. അത് ഇവിടെയാണ് മറ്റേ നമ്മുടെ അൽക്കൂർ, ബനാന ഐലൻഡ്. ബനാന ഐലൻഡ് അല്ലെങ്കിൽ തക്കീറ, അൽ തക്കീറ ഉണ്ടല്ലോ, അത് നല്ല സ്ഥലം. അൽ തക്കീറ, തക്കീറയെ പോയിട്ടുണ്ട് അവിടെ. പർപ്പിൾ ഐലൻഡ്, കുറച്ച് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം. അറബി ഓണണ്ട ചാണ്ടി പറപ്പിച്ച് പോണം അല്ലേ? ഈ ചാട്ടൊന്നും അറിയില്ല. ടയറിന്റെ പ്രഷർ ആയിരിക്കും കുറയ്ക്കട്ടെ. അതിനെ പോണേ അതിനെ പോകുന്നല്ലേ അവര് ഇത് ചെയ്ത് തരും. അവര് ഡിഫ്ലേറ്റ് ചെയ്യും, ഇൻഫ്ലേറ്റ് ചെയ്യും ചെയ്തു. പോവാൻ നേരം 15 PSI ആക്കുക, ഇറങ്ങി അടിച്ച് വരുന്നിട്ട് അവിടെ തന്നെ ഔട്ട് പോസ്റ്റ് ഹോട്ടലുകൾ. ഒരു മൂട്ട പോലത്തെ വണ്ടി പോയിട്ടുണ്ട്. അതിലേക്ക് മണൽ കയറാനുള്ള പവർ ഉണ്ടോ വണ്ടിക്കൊക്കെ? അതിവിടെ ഇതിനു വേണ്ടി തന്നെ ഉള്ളതാണ്. ഈ സാധനങ്ങളിലേക്കാണ് ഉള്ളത്. അല്ല അവരിങ്ങനെ ഇതിലല്ല, അവർ നേരെ കാറ്റ് പിടിച്ച് അതിനകത്ത് ഇരുന്നോളൂ അല്ലേ? ഇവര് പോണതെല്ലാം ഇൻലാൻഡ് സീക്കാ. ഫോളോ ചെയ്ത് പോകാല്ലേ? ഇൻലാൻഡ് സീയിലേക്കുള്ള ഒരു ഏതാണ്ടൊരു വഴി ഞങ്ങള് അന്ന് പോയപ്പം ഈ ഇൻലാൻഡ് സീയുടെ ഏറ്റവും മുകളിൽ 4 സൈഡിൽ കുന്നു പോലെ ഉണ്ടല്ലോ. അതെ അതെ, അതിനാ ഏറ്റവും മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് അവര് താഴേക്ക് പോയില്ല, ഞങ്ങൾ പോകുന്നതായിരുന്നു. അവർ പറഞ്ഞു അവിടെ പോയാൽ ക്യാമ്പിൽ തരില്ല. അവർ താഴെ പോയിട്ട് തിരിച്ചു പോകും. എല്ലാവർക്കും ക്യാമ്പിൽ നിൽക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അതാണ് പിന്നെ അങ്ങനെ പോയി. ഇനി നോക്ക് മണ്ണ് ഉണ്ടാവുന്നുള്ളത്. അവര് ഇവിടെ താഴേക്ക് വെള്ളത്തിന്റെ നനവ് പോലെ കാണുന്നത്. അല്ല, അത് വണ്ടികൾ പോയിട്ടില്ല. അല്ല, പിന്നെ കുറെ താഴേക്ക് വരുമ്പോൾ പണ്ടല്ലേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറക്കുമായിരുന്നു. ഇപ്പം പറ്റില്ല, എല്ലാത്തിലും ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് താഴെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നെറ്റ് പോലെ ഫെൻസിങ് പോലെ അടിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എല്ലാം ഇതേമാതിരി ചെറിയ. അപ്പൊ അത് പോർട്ടിന്റെ ഏരിയ ആണ് കാണുന്നത് നമ്മള് ഇതിൽ കാണുന്നത്. അല്ല, അത് മിസ് ചെയ്ത് നമ്മൾ ആ വഴിയെ വന്നത്. അതിലെ വന്നത്. പണ്ടെല്ലാം അതിൽ കൂടെ നമുക്ക് ഇറക്കാം. ഇപ്പൊ കുറച്ചെങ്കിലും നമുക്കൊരു ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കിയിട്ട് പോവാം. രാത്രിയാകുമ്പോ അതും മനസ്സിലാവില്ല.
ലാൻഡ് മാർക്കൊന്നും ശരിക്ക് കൊടുക്കാത്തതായിരിക്കും ആ ത്രില്ല് കിട്ടാൻ വേണ്ടി അല്ലേ? അല്ല, അല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലാൻഡ് മാർക്ക് കൊടുക്കാമല്ലോ, വഴി തിരിച്ചറിയാൻ വേണ്ടിയേ. ഇതാണ് കേരളം. നമ്മൾ അങ്ങ് ദൂരെ സീ ആണോ കാണുന്നത്? ആ, സീയാ കാണുന്നത് അല്ലേ? അല്ല, കടൽ നല്ല നീല കളർ ഇവിടെ നോക്കുമ്പോ. ആ, ഇപ്പൊ കടൽ നല്ല ഭംഗിയായിട്ട് കാണാമല്ലോ ഇവിടെ. ഇത് നമ്മുടെ ഇൻലാൻഡ് സീ അല്ല, ഇതില്ലേ നമ്മുടെ സീ ലൈൻ ബീച്ച്, അതിന്റെ ബാക്ക് സൈഡാണ്. ഇതിപ്പോ ശരിക്കും ഖത്തറിന്റെ വെസ്റ്റ് സൈഡാണോ? നമ്മൾ സീ ഇവിടെ ഇപ്പം ഈ പെട്ടെന്ന് പോയിട്ട് ഈ താഴേക്ക് ഇറങ്ങണ അങ്ങനെ അത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? അല്ല, ഇപ്പൊ മണലില് പ്രശ്നമില്ല, നമ്മൾ എങ്ങനെ പോയാലും സ്ലോപ്പ് തന്നെ ആയിരിക്കും, വെർട്ടിക്കലായിട്ട് ഒരിക്കലും ഇത് വരില്ല. അല്ലെങ്കിൽ ഇവിടെ ശരിക്കും വെർട്ടിക്കലല്ലേ? ഇല്ലില്ല, അത് നമുക്ക് ഇവിടുന്ന് തോന്നണതാണ് വെർട്ടിക്കലാണെന്ന്. ഏട്ടാ ഇതിലെങ്ങ് പോയപ്പോ അങ്ങനെ തോന്നില്ലേ? കുത്തനെ താഴേക്ക് പോകും തോന്നുന്നു അല്ലേ? ചെരിച്ചു കൊണ്ടുപോകും, ചെരിച്ച്. ഇതപ്പോ നല്ല സ്റ്റീപ്പായിട്ട് നമുക്ക് അവിടെ തോന്നും ശരിക്കും അല്ലേ? ഇതെല്ലാം നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും. രാത്രി മണ്ണാലത്ത് പെട്ടാൽ ഇത് ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ പെട്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നം. അവിടെ നിന്ന് പോകും. പിന്നെ അനക്കാണെങ്കിൽ വേറെ വണ്ടി വന്ന് കെട്ടി വലിക്കണം അല്ലേ? അല്ലല്ല, ഇവിടെ പോകേണ്ടതെന്ന് അറിയില്ല. കടലിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മണ്ണ് ചെറുതായിട്ടൊന്ന് ടഫാവും. ഇത് കൂടെ ഗ്ലാസ് ചേട്ടൻ ഈ പോക്കറ്റിൽ പോയി, ഇത് പോക്കറ്റിൽ മറ്റേ കൂളിംഗ് ഗ്ലാസ് ഇട്ടോ. ഒരു ഇടം മഹേഷം കൂടെ നിർത്തി ഒരു സെൽഫി എടുക്കും ഇവിടെ. ഓ, കയറ്റാണെങ്കിലോ കൂടുതൽ പ്രശ്നം അല്ലേ? തിരിച്ചു കയറ്റുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് സ്പീഡിൽ തന്നെ കയറുക. സ്റ്റിയറിംഗിൽ ബലം വരുമോ? നമുക്ക് നമ്മളെ പിടിച്ചു വലിക്കും, അങ്ങോട്ട് പിടിച്ചു പിടിക്കും. ശരിക്കും ഏത് വീല കാറ്റോ അവരിൽ എൻ്റെ ഈ ഒറ്റ വണ്ടിയിൽ ഗേജ് ഉണ്ട്, എടുക്കാൻ പറഞ്ഞ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു നല്ല കാറ്റുണ്ട് തണുത്ത അല്ലേ? ഒരു സുഖമല്ലേ? ചൂട് തോന്നില്ല അതിലും. വെയിലുണ്ട് പക്ഷേ